അനിയന്റെ മൃതദേഹം കാത്തിരുന്ന ചേട്ടന്മാർക്ക് സംഭവിച്ചത് വല്ലാത്ത ദാരുണമായ ദുഃഖമാണ്. അനിയന്റെ മൃതദേഹവും ബാക്കിയുള്ളവരുടെ മൃതദേഹവും ഏറ്റുവാങ്ങാനായി ആശുപത്രിയിൽ നിന്ന് മണിക്കൂറുകളോളം ദിവസങ്ങളോളം മാറാതെ നിന്നു രണ്ട് ചേട്ടന്മാർ. എന്നാൽ അവസാനം ഒരു നോക്ക് മറ്റുള്ളവരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനായി അടക്കം ചെയ്യുന്നിടത്തേക്ക് പോയി പ്രാർത്ഥിച്ച് തിരികെ വന്നപ്പോഴേക്കും അനിയന്റെ സംസ്കാരം കഴിഞ്ഞു. അതും അറിയാത്ത മൃതദേഹങ്ങളുടെ കൂടെയായിരുന്നു അനിയന്റെ സംസ്കാരം കഴിഞ്ഞുപോയത്. അനിയനെ കാത്ത് 7 ദിവസം അവർ അവിടെ നിന്നു. ഒന്നും മാറി പോലുമില്ല. അവസാനം അജ്ഞാത ശരീരമായ അനിയന്റെ മൃതദേഹം സംസ്കരിച്ച ദുഃഖവാർത്തയാണ് ഇപ്പോൾ മേപ്പാടിയിൽ നിന്ന് പുറത്തുവരുന്നത്. അരുണും അനിലും കഴിഞ്ഞ 7 ദിവസങ്ങളായി തന്നെ അവർ ആശുപത്രിയുടെ അടുത്തു നിന്ന് മാറിയിട്ടില്ല. ആശുപത്രിക്ക് മുൻപേ തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും വീട്ടിലുള്ളവരുടെ മൃതശരീരമോ അവർ ജീവനോടെ എത്തുമോ എന്നൊക്കെ കാത്തായിരുന്നു അവരവിടെ ഇരുന്നത്. മൃതശരീരം ലഭിച്ചാൽ പോലും അജ്ഞാത ശരീരമായി കത്തിച്ചു കളയരുതെന്ന് ഓരോ ബന്ധുക്കളെപ്പോലെയും അവരും ആഗ്രഹിച്ചിരുന്നു. ആകെ മാറിയത് കഴിഞ്ഞ ദിവസം രാത്രി പുത്തുമലയിൽ സർവ്വമത പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു.